എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്സി ഉണ്ടായിരിക്കും. മിക്സി യൂസ് ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് മിക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 21 ടിപ്സാണ്. നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. എന്നിട്ട് ഇതിൽ ഏറ്റവും ഉപകാരപ്രദമായ ടിപ്പ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിലുള്ള ചില ടിപ്സൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെ ആയിരിക്കാം. മിക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് ഇട്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. നമ്മളെപ്പോഴും കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ഡിഷ് വാഷും അതുപോലെ സ്ക്രബ്ബറൊക്കെ വെക്കുന്നതിന് കൂടെ തന്നെ ഒരു ബ്രഷ് കൂടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനായിട്ടൊരു ബ്രഷ് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ ബ്രഷ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതേപോലെ മിക്സി ജാറിൻ്റെ അടിഭാഗവും സൈഡും ഒക്കെ നമുക്ക് ബ്രഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്തിട്ട് ഉരച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഓരോ പ്രാവശ്യം മിക്സി ജാർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നൂൽപുട്ടിൻ്റെ അച്ചാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ മിക്സി ജാറൊക്കെ ബ്രഷ് കൊണ്ട് ഡെയിലി എടുക്കുന്ന സമയത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് നമ്മുടെ സ്ക്രബ്ബറിൻ്റെയൊക്കെ കൂടെ വെക്കുന്നത് വളരെയേറെ നന്നായിരിക്കും. ഇതേപോലെയുള്ള അടപ്പുള്ള മിക്സി ജാർ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം എടുത്തു വെക്കുമ്പോൾ എപ്പോഴും ഈ ചെറിയ അടപ്പ് ഊരിയതിന് ശേഷം വെക്കുക. ഈ ചെറിയ അടപ്പ് ഊരിയിട്ട് ഈ മിക്സി ജാറിന് ഉള്ളിലായിട്ട് ഇട്ടിട്ട് ഈ വലിയ അടപ്പ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിനുള്ളിലൂടെ കാറ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ മിക്സി ജാർ പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്മെൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കബോർഡിനുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മിക്സിയുടെ ജാറിൻ്റെ ഈ അടപ്പിൻ്റെ വാഷർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് മിക്സി കറക്റ്റായിട്ട് അടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ മിക്സി ജാറിൻ്റെ വാഷർ ലൂസായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ മിക്സിയുടെ അടപ്പിൻ്റെ വാഷർ നല്ലപോലെ ഇങ്ങനെ ലൂസായി നിൽക്കുന്നുണ്ട്. ഇത് കറക്റ്റായി നിൽക്കാനായിട്ട് ഞാനിവിടെ 2 റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചെറിയ റബ്ബർ ബാൻഡ് മതി. ഈ റബ്ബർ ബാൻഡ് ഓരോന്നായിട്ട് നമുക്ക് ഈ വാഷറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ 2 റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഷർ നല്ല പോലെ തന്നെ ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സി ജാർ അടച്ചു കഴിഞ്ഞാൽ നല്ല പോലെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മിക്സിയുടെ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഈ കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗം നല്ലപോലെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു ബ്രഷ് മതി. സാധാരണ ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രഷിനെ ഈ മിക്സിയുടെ ഈ ഭാഗം ക്ലീൻ ചെയ്യാവുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിങ്ങനെ വളച്ചു കൊടുക്കാം. ഈ ബ്രഷ് നല്ലപോലെ വളഞ്ഞു കിട്ടുന്നത് വരെ ഇങ്ങനെ ചെറുതായി ചൂടാക്കിയിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ബ്രഷ് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ വളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ഈ മുകൾ ഭാഗം എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണ ബ്രഷ് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാരുകൾ എല്ലാ ഭാഗത്തൊന്നും തട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പോവില്ല. ഇങ്ങനെ ബ്രഷ് വളച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ എല്ലാ ഭാഗത്തെ അഴുക്കും പോയി കിട്ടും. മിക്സി ജാറിൽ നമ്മൾ എന്തെങ്കിലും അരയ്ക്കുക അല്ലെങ്കിൽ പൊടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ അരച്ചതിൻ്റെയോ അല്ലെങ്കിൽ പൊടിച്ചതിൻ്റെയൊക്കെ ഒരു മണം മിക്സി ജാറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഈ മിക്സി ജാർ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഇതിലുണ്ടായിരുന്ന മണമൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ മണമൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. മിക്സി ജാറിൻ്റെ അകത്ത് ഈ സ്ക്രൂവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ബ്ലേഡിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നല്ലപോലെ അഴുക്ക് എപ്പോഴും പിടിക്കാറുണ്ട്. ഇത് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്നത് പോലെ വാഷ് ചെയ്താൽ പെട്ടെന്നൊന്നും പോവാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ അവിടെയൊക്കെ പിടിച്ചിട്ടുള്ള അഴുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ പോകാത്ത അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ്, പിന്നെ വിനാഗിരി. ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പേസ്റ്റ് ഈ അഴുക്കുള്ള ഭാഗത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഈ പേസ്റ്റ് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലെ അഴുക്കൊക്കെ നല്ലോണം തന്നെ പോയിട്ടുണ്ട്, പുതിയതുപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. പച്ചമുളകൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും കൈ കൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ കൈ നല്ലോണം പുകയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കൈ പുകയും. അപ്പോൾ ഇത് കൈ കൊണ്ട് ഡയറക്റ്റ് എടുക്കുന്നതിന് പകരം കയ്യിലേക്ക് കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. സ്പൂണ് കൊണ്ടൊന്നും എടുത്താൽ ചിലപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇങ്ങനെ മിക്സിയിൽ അടിച്ചത് മുഴുവനായിട്ടൊന്നും എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മിക്സി ജാറിലുള്ളത് മുഴുവനായിട്ടും എടുക്കാൻ പറ്റും. മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡിൽ അഴുക്ക് പിടിക്കുക എന്നുള്ളത്. ഇത് വൃത്തിയാക്കി എടുക്കാനാണെങ്കിലും കുറച്ച് പ്രയാസമാണ്. എളുപ്പത്തിൽ ഈ ബാക്ക് സൈഡിലുള്ള അഴുക്ക് എങ്ങനെയാണ് കളയുന്നത് നോക്കാം. ഇതിനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉരയ്ക്കൊന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. ഇത് ഞാൻ നല്ലോണം ഉരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നല്ല വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തതാണ്. നല്ലോണം തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും. മിക്സിയുടെ പുറം ഭാഗത്തും അതുപോലെ തന്നെ ഈ മിക്സിയുടെ വയറിൻ്റെ മുകളിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കണം. ഇതേപോലെ ടൂത്ത് പേസ്റ്റ് ഒരു ബ്രഷിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ അഴുക്കുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും കൂട്ടി തുടയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടും. മിക്സിയുടെ ഈ വയറിൻ്റെ മുകളിൽ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയുള്ള 2 ഹുക്കുകൾ ഉണ്ടെങ്കിൽ മിക്സിയുടെ വയറ് നമുക്ക് പുറത്തേക്ക് കാണാതെ മിക്സിയുടെ ബാക്ക് സൈഡിലായിട്ട് നല്ല രീതിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ബാക്ക് സൈഡിൽ ഒരു ഹുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ഹുക്ക് കൂടി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ 2 ഹുക്കുകൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹുക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ 2 ഹുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ വയർ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ മിക്സിയുടെ വയറൊന്നും കാണില്ല. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ വയർ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ മിക്സിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വയർ ഇങ്ങനെ മിക്സിയുടെ മുകളിൽ ഇങ്ങനെ ചുറ്റി വെക്കുന്നതിന് പകരം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും. മിക്സിയിൽ എങ്ങനെയാണ് ചപ്പാത്തി മാവ് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിൽ നിന്നും പകുതി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ടും നമ്മൾ ഒഴിക്കേണ്ട. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. ഒരുപാട് നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഏകദേശം ഒരു പുട്ടുപൊടിയൊക്കെ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തതാണ്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഇത് നല്ല പോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ കൈകൊണ്ട് കുഴയ്ക്കുന്നതിനേക്കാളും നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിളച്ച വെള്ളം മിക്സിയിലോട്ട് ഒഴിക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം.
അതുപോലെ തന്നെ പച്ചവെള്ളം കൊണ്ട് കുഴയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത മിക്സിയുടെ ജാർ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതൊന്നുകൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തതാണ്. ഈ ജാറിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള മാവൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ എല്ലാം പോയി കിട്ടും. ഇപ്പം ഞാനിത് കഴുകിയെടുത്തതാണ്. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്. മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ആരും മിക്സിയിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാണ്ടിരിക്കേണ്ട. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എഗ് ഷെൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്ത മുട്ടയുടെ തോടാണിത്. ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചതാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനുള്ളിലെ അഴുക്ക് എങ്ങനെ കളയാമെന്ന് നോക്കാം. ഈ ജാറിനുള്ളിൽ ഈ സ്ക്രൂവിൻ്റെ ഇടയിലും ഇതിൻ്റെ ബ്ലേഡിനിടയിലൊക്കെ അഴുക്ക് ഉണ്ടാവും. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഈ മുട്ടയുടെ തോട് ഈ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത്ര അധികമൊന്നും വേണമെന്നില്ല, കുറച്ചായാലും മതി. ഇപ്പം ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ടൊന്നും അല്ല പൊടിഞ്ഞിരിക്കുന്നത്, കുറച്ച് തരി ഉണ്ട്. നമ്മളിത് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിത് പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് എഗ് ഷെൽസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ സ്ക്രൂവിനിടയിലെ അഴുക്ക് എങ്ങനെ കളയാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ഇയർബഡ് എടുക്കാം. അതിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ഈ സ്ക്രൂവിനിടയിലൂടെയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. എവിടെയാണ് അഴുക്കുള്ളത് ആ ഭാഗത്തൊക്കെ ഇയർബഡ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഈ ഇയർബഡിൽ നന്നായിട്ട് അഴുക്ക് വരുന്നത് കാണാം. ഇത് നന്നായിട്ട് ഉരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും നന്നായിട്ട് അഴുക്ക് വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യവും മിക്സി ഉപയോഗിച്ചതിന് ശേഷവും മിക്സിയുടെ ഈ ഒരു ഭാഗം തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിക്സിയുടെ ജാറിന് ലീക്കേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും തന്നെ അഴുക്കാവാറുണ്ട്. അപ്പോൾ നമ്മൾ ജാറ് മാറ്റിയതിന് ശേഷം ഈ ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും മിക്സിയിൽ അരച്ചതിന് ശേഷം ജാറ് മാറ്റിയിട്ട് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നല്ല പോലെ തന്നെ ക്ലീൻ ആവും. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എപ്പോഴും തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒറ്റ പ്രാവശ്യം തുടയ്ക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. നമ്മുടെ മിക്സി എപ്പോഴും വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. മിക്സി ജാറിൻ്റെ ഈ പിടിയുടെ അവിടെയുള്ള സ്ക്രൂ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ മിക്സിയുടെ ഹാൻഡിലൊക്കെ ഇങ്ങനെ ആടിക്കളിക്കാറുണ്ട് ചിലരുടെയൊക്കെ. അപ്പോൾ നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കൂല, നല്ലോണം ഇളകട്ടെ എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൊക്കെ രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ എന്തോ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള ഗ്യാപ്പിൽ കൂടെ മിക്സിയിൽ നമ്മൾ അരയ്ക്കുന്ന സാധനം പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിലൊക്കെ അഴുക്കാവാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മിക്സി ജാറിൻ്റെ ഈ ഹാൻഡിൽ ഇളകിയാൽ അപ്പം തന്നെ ഈ സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ പിന്നത്തേക്ക് വെക്കരുത്. ഇങ്ങനെ നമ്മൾ അപ്പോൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ലീക്കേജിനുള്ള ഒരു ചാൻസും ഇല്ല. അതേപോലെ തന്നെ മിക്സിയിലൊന്നും അഴുക്കാവില്ല. നമ്മളെല്ലാവരും മിക്സി തുടയ്ക്കുമ്പോൾ തുടയ്ക്കാനായിട്ട് വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ഈ മിക്സിയുടെ താഴ്ഭാഗം. മിക്സിയിൽ നമ്മൾ എന്തെങ്കിലും അരച്ചിട്ട് അത് പുറത്തോട്ടൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ താഴ്ഭാഗം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. മിക്സിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തുടച്ചെടുക്കും, പക്ഷേ താഴ്ഭാഗം തുടയ്ക്കാനായിട്ട് പലരും മറന്നു പോവാറാണ്. അപ്പോൾ എപ്പോഴും മിക്സിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അരയ്ക്കുന്ന സമയത്ത് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. താഴ്ഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്കിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിട്ട് നമ്മൾ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിക്സിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ മിക്സിയുടെ ബാക്കി ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ താഴ്ഭാഗം കൂടി ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മിക്സിയിലുള്ള ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഗ്യാപ്പുകളിലൊക്കെ അഴുക്കിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ തുടയ്ക്കുന്നത് പോലെ ഒരു ക്ലോത്ത് പീസ് വെച്ച് തുടച്ചാലൊന്നും ഈ ഭാഗത്തെ അഴുക്കൊന്നും പോവില്ല.
ഈ ഭാഗത്ത് ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനും പറ്റില്ല, എന്നാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് ഉണ്ടാവും ചെയ്യും. ഇത് വൃത്തിയാക്കാനായിട്ട് നമുക്കൊരു പപ്പട സൂചിയോ അല്ലെങ്കിൽ ഒരു ഇരിക്കലിൻ്റെ പീസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ടൂത്ത് പിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പുറത്തോട്ട് വന്ന് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തൊക്കെ എപ്പോഴും തന്നെ ഇങ്ങനെ നല്ല പോലെ അഴുക്കിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടും. നമ്മൾ തുണി വെച്ച് തുടച്ചാലൊന്നും ഈ അഴുക്കൊന്നും പെട്ടെന്ന് പോവില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇതേപോലെയുള്ള മിക്സി വീട്ടിലുള്ളവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ അഴുക്ക് പിടിക്കുക എന്നുള്ളത്. ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഊരിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഉരച്ച് കൊടുക്കും. അത്രയും നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മിക്സിയുടെ താഴ്ഭാഗം അഴിച്ചെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലത്തെ പുതിയ മിക്സി വാങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതേപോലത്തെ മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലൂടെ ചുറ്റുഭാഗത്തും ഒരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും അഴുക്കൊന്നും ഇരിക്കില്ല. ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്ത ഭാഗത്ത് ഈ ഹോട്ട് ഗ്ലൂവിൻ്റെ മുകളിലൊക്കെ അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോട്ട് ഗ്ലൂ അങ്ങ് പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഹോട്ട് ഗ്ലൂ ഇതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുതിയതായിട്ട് വാങ്ങുന്നവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് വലിയ തരികളുള്ള കല്ലുപ്പ് എടുക്കുന്നതാണ് നല്ലത്. ഉപ്പ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ലപോലെ കൂടിക്കിട്ടും. മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് മുട്ടത്തോടും ഉപയോഗിക്കാവുന്നതാണ്. മുട്ടത്തോട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും നല്ലപോലെ കൂടിയിട്ടുണ്ടാവും. മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് കൽക്കണ്ടവും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കൽക്കണ്ടവും നിങ്ങൾക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ കൽക്കണ്ടം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ്. മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് അലുമിനിയം ഫോയിലും ഉപയോഗിക്കാവുന്നതാണ്. അലുമിനിയം ഫോയിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്നിങ്ങനെ മിക്സിയിൽ അടിച്ചതാണ്. നല്ലപോലെ പൊടിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ല പോലെ തന്നെ കൂടിക്കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്